കടലിലെ മത്സ്യത്തിനെ ശുദ്ധജലത്തിലിട്ടാൽ അതിനെന്തു സംഭവിക്കും? ഡെഫിനറ്റ്ലി അത് മരണപ്പെടും. പക്ഷേ എങ്ങനെ? കോൺസെൻട്രേഷൻ കുറഞ്ഞ വാട്ടർ മോളിക്യൂൾസ് ഒരു സെമി പെർമേബിൾ മെമ്പറൈനിലൂടെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് പോകുന്ന പ്രതിഭാസമാണ് ഓസ്മോസിസ്. ശുദ്ധജലത്തിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടുതലാണ് കടലിലെ ഉപ്പുവെള്ളത്തിന്. കടലിലെ മത്സ്യങ്ങളുടെ ശരീരം കോൺസെൻട്രേറ്റഡ് ആയ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനായി ഡിസൈൻഡ് ആണ്. എന്നാൽ ഈ മത്സ്യത്തെ നമ്മൾ ശുദ്ധജലത്തിലിടുമ്പോൾ ചുറ്റുപാടുമുള്ള ശുദ്ധജലം ആ മത്സ്യത്തിന്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവയുടെ ശരീരത്തിലെ സെല്ലുകൾ വീർത്ത് പൊട്ടി ഓർഗൻസ് ഫെയിലായി അവസാനം അവ മരണപ്പെടുന്നു. ഈ കണ്ടീഷനാണ് ലിസിസ് എന്നറിയപ്പെടുന്നത്. ഇനി ഒരു ശുദ്ധജല മത്സ്യത്തെ കടലിലിട്ടാൽ സംഭവിക്കുന്നത് നേരത്തെ സംഭവിച്ചതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. മത്സ്യത്തിന്റെ ശരീരത്തിൽ നിന്നും ശുദ്ധജലം ചുറ്റുമുള്ള ഉപ്പുവെള്ളത്തിലേക്ക് പോയി അവയുടെ കോശങ്ങൾ ചുരുങ്ങി ഓർഗൻസ് ഫെയിലായി അവസാനം അവ മരണപ്പെടുന്നു. ഈ കണ്ടീഷന്റെ പേരാണ് പ്ലാസ്മോലിസിസ്. പക്ഷേ ശുദ്ധജലത്തിലും കടലിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കുന്ന മത്സ്യങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഈൽസ്. ഇതുപോലെ വേറെ ഏതെങ്കിലും മത്സ്യത്തെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ്. ഫോർ മോർ അപ്ഡേറ്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.